വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഞാൻ ഇന്ന് ഫുൾ വൂഫിയാണ് ബാക്കിൽ നിന്ന് കുരയ്ക്കുന്നത് കേൾക്കുന്നത്. ഞാനിന്ന് ഫുൾ ഒരുങ്ങി നമ്മൾ എന്താണ് ഇങ്ങനെ സെറ്റപ്പ് ആയിട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു സർപ്രൈസ് ആണല്ലോ അമ്മ. ഒരു ചെറിയൊരു വലിയൊരു സർപ്രൈസ് ആണ്. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അമ്മേനെ നമുക്ക് കാണിക്കാം. അപ്പൊ ആദ്യം നമ്മൾ ഇന്നൊരു സ്ഥലത്തേക്ക് പോവാണ്. ഞാൻ ഐഫോൺ ഓൾറെഡി മേടിച്ചത് നിങ്ങൾക്ക് അറിയാമല്ലോ. ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിനെന്ത് ഇങ്ങനെ കുറയ്ക്കണത്? ഐഫോൺ മേടിച്ചത് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പൊ അതുപോലെ തന്നെ ഞാൻ വേറൊരു സംഭവം മേടിക്കാൻ പോവുകയായിരുന്നു. എനിക്ക് പണ്ടേ ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്ക് സ്വന്തമായിട്ട് ഒരു കാർ മേടിക്കണം എന്നുള്ളത്. അപ്പൊ നമ്മൾ ഇന്ന് സ്വന്തമായിട്ട് ഒരു കാർ മേടിക്കാൻ പോവാണല്ലേ അമ്മ? കാർ ഏതാന്നൊക്കെ ഉള്ളത് ഇപ്പൊ പറയണം, അവിടെ എത്തിയിട്ട് പറയാം കാർ ഏതാന്നൊക്കെ ഉള്ളത്. അപ്പം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള നമുക്ക് ഈ ഒരു സമയത്ത് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ഒരു കാറാണ് എടുത്തേക്കുന്നത്. കാരണം നമ്മൾ കൊച്ചിയിലൊക്കെ ആവുന്ന സമയത്ത് അങ്ങോട്ട് വണ്ടി ഓടിക്കാനൊക്കെ ആയിട്ട് അതാണ് ഏറ്റവും എളുപ്പം. നമ്മൾ സ്കൂട്ടർ പോയി കഴിഞ്ഞാൽ എല്ലാ സമയം ഇവരിങ്ങനെ പറയും സേഫ് ആയിട്ട് പോണേ അതിനെക്കാട്ടും നല്ല കാറാണ് ഇങ്ങനെ എപ്പോഴും പറയുന്നത്. അപ്പൊ അതിനെക്കാട്ടും നല്ല നമ്മൾ കാർ എടുക്കുന്നതല്ലേ അല്ലേ? ചിന്നുവിന്റെ സ്വന്തം അധ്വാനം. അതെ, ഞാൻ സ്വന്തമായിട്ട് എടുക്കുന്ന എന്റെ കാറാണ്. അപ്പം നമുക്കിപ്പോ നേരെ നമ്മുടെ ഷോറൂമിലേക്ക് പോവാണ് അത് എടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഓൾറെഡി ബുക്കൊക്കെ ചെയ്തെല്ലാം കഴിഞ്ഞാണ്. അപ്പൊ നമുക്ക് ഇന്ന് അത് അങ്ങോട്ടേക്ക് പോവാം. ഞാനും അപ്പൊ അമ്മയുണ്ട്, ചേച്ചി ഡെലിവറി. അപ്പം നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോവാം. ഓക്കെ, അതെ നമ്മളിതാ പോവാണ്. പപ്പ വണ്ടി ഓടിച്ചിട്ട്. അമ്മ എന്തൊക്കെയുണ്ട് അമ്മ പറ? അമ്മയ്ക്ക് സുഖം. പപ്പ മുന്നോട്ട് കേറിയിട്ട് അമ്മയ്ക്ക് എന്താണ് ഇതിനെ പറ്റിയൊരു തോന്നൽ? നല്ല കാര്യം. സ്വന്തം അധ്വാനിച്ച് സ്വന്തം വാങ്ങുമ്പോ അതിന്റെ സന്തോഷം ഒന്ന് വേറെയല്ലേ? അത് തന്നെ. ഒക്കെ ഞാൻ അങ്ങോട്ട് അടയ്ക്കാം. എന്നൊക്കെ പപ്പയോടും കൂടെ ചുമ്മാ ചോദിക്കാം. ഓഫിക്കുട്ടാ ഇപ്പൊ വരാട്ടാ. അവിടെ ഇരിക്കുന്നുണ്ടോ ഒരുത്തൻ? ഓക്കെ, ലെറ്റ്സ് ഗോ. അപ്പൊ നമ്മൾ ഷോറൂമിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. നമ്മുടെ ഷോറൂം എവിടെയാണ്? പാരഗണിന്റെ അടുത്താണ് കേട്ടോ. പാരഗണിന്റെ അടുത്ത്, കോഴിക്കോടുള്ളവർക്ക് അറിയാം പാരഗൺ എവിടെയാണെന്നുള്ളത്. അപ്പൊ അതിന്റെ അടുത്താണ്. അപ്പൊ നമ്മൾ അങ്ങോട്ടേക്ക് പൊക്കോണ്ടിരിക്കുക. പപ്പയ്ക്ക് എന്താണ് പറയാനുള്ളത്? പപ്പയ്ക്ക് എന്താണ് പറയാനുള്ളത്? പപ്പയ്ക്ക് എന്താ പറയാനുള്ളത്? സൂക്ഷിച്ച് വണ്ടി കിട്ടിയെന്ന് വിചാരിച്ച് അലങ്കോലം നടക്കല്. ഇതൊക്കെയാണ് പറയാനുള്ളത്. അതാ പറയാനുള്ളത്. പിന്നെ ഇങ്ങോട്ട് നോക്കുന്നു. പിന്നെന്താണ്? സന്തോഷല്ലേ സ്വന്തമായിട്ട് അധ്വാനിച്ചുണ്ടാക്കാന്ന് പറഞ്ഞാൽ. ഇതാ അതെ പപ്പേ. എന്നിട്ട് പപ്പ പറ, പപ്പ വണ്ടി ഓടിച്ചോണ്ട് പറഞ്ഞാ മതി. ബിഗ് ബാസ്ക്കറ്റ് ഡെലിവറി. ഞങ്ങള് ഞാൻ ചോദിക്കണത് മൈൻഡ് പോലും ആക്കുന്നില്ലല്ലോ. ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കുമ്പോ നിങ്ങൾ എന്താ മൈൻഡ് ആക്കാത്തത്? എന്താ മൈൻഡ് എന്ന് വെച്ചാൽ ഞാൻ എന്താ തോന്നുന്നതെന്ന് വെച്ചാൽ പറയൂ. അങ്ങനത്തെ ഒരു എക്സൈറ്റ്മെന്റ് ഒന്നും ശരിയാവും. അങ്ങനെയാണ് എന്താണ് ഞങ്ങൾക്ക് അങ്ങനെ രണ്ടുപേർക്കും വലിയൊരു എക്സൈറ്റ്മെന്റ് ഒന്നും ഒന്നിനെ കുറിച്ചില്ല. ഒരു ട്രിപ്പ് പോകാനാണെങ്കിലോ എക്സൈറ്റ്മെന്റ് വരുമോ? വല്ല വിദേശത്ത് പോകാനല്ലേ എക്സൈറ്റ്മെന്റ് വരും. ബെസ്റ്റ്. പിന്നെ എന്താണെന്നറിയാവോ? നല്ല കാര്യല്ലേ, നല്ല കാര്യമാണ്. പിന്നെ സ്കൂട്ടറിൽ നീ അതിലെവിടെ നടക്കുന്നതിൽ ഞങ്ങൾക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് പേടിയായിരുന്നു. താല്പര്യമില്ലായിരുന്നു മീൻസ് പേടിയായിരുന്നു സ്കൂട്ടറും കൊണ്ട് നടക്കുമ്പോൾ. കാറാണെങ്കിൽ ഇത്തിരിയും കൂടെ സേഫ്. അത് നല്ലോണം കൊണ്ട് നടക്കുക. തിരിച്ചു വരുന്ന സമയത്ത് ചെളിയൊക്കെ ആയിട്ട് കൊണ്ടുവരും. അതാണ്. അതെ, ഇപ്പൊ നമ്മള് പോകുന്ന വണ്ടിയുടെ ഒരു കോലം ഞാൻ തുടക്കണമെന്നുണ്ട്. അത് ഞാൻ അമ്മയോട് പറഞ്ഞാ തുടക്കണം, നമ്മ തുടച്ചില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അമ്മ പണിയെടുത്ത് മടുത്ത്. പപ്പയ്ക്ക് എന്തെങ്കിലും ഒന്ന് പറ. ഇത് വണ്ടി സൂക്ഷിച്ച് നമ്മൾ ക്രോസ് ചെയ്തിട്ട് നമുക്ക് സംസാരിക്കാം അല്ലേ? പപ്പ പറയൂ ഹാപ്പി. പപ്പ എന്തെങ്കിലും പറ. പപ്പ ഒന്നും പറയുന്നില്ല. അവിടെ വണ്ടി വരുന്നുണ്ടോ? അവിടുന്ന് വണ്ടി വരുന്നുണ്ട്. ഒരു വണ്ടി കഴിഞ്ഞു. ഇത് ഇനി പൊക്കോ. ഈ എടുത്തോ, ഒരു ബസ്. പപ്പേ ബോലോനാ. പപ്പ എനിക്ക് വേണ്ടി എന്തെങ്കിലും പറയൂ. അയ്യോ, സൈലന്റ് ആണെന്നാണ് എല്ലാവരുടെയും ഒരു കംപ്ലൈന്റ് അല്ലേ? ബോലോന. അതെ, കുച്ച് ബോലോന. സൈലന്റ് ആണെന്നാണ്. ആപ്കാ ബേട്ടി അപ്പന മേനത്സെ കരീദ്ര കരീബ്രതോ കരീബ്രതല്ല എന്നല്ലേ? ഇവിടെ രണ്ട് ഹിന്ദി ജ്ഞാനികളാണ് ഇരിക്കണത്. അമ്മ എവിടെ നിന്നാണ് ആക്ച്വലി ഹിന്ദി പഠിച്ച? ആദ്യം ഞാൻ ബോംബെ ചെല്ലുന്ന സമയത്താണ് ആദ്യമായിട്ട് പഠിക്കുന്നത്. ബോംബെ ചെന്നിട്ട് ഞങ്ങൾ ആദ്യം താമസിച്ചത് ഒരു യു പിക്കാരുടെ കൂടെയാ. അപ്പൊ അവർക്ക് മലയാളം അറിയത്തില്ല, ഇംഗ്ലീഷ് അറിയത്തില്ല, ഒള്ളി ഹിന്ദി മാത്രം. അപ്പൊ അമ്മയ്ക്ക് അപ്പൊ മലയാളം മാത്രമേ അറിയുള്ളൂ. അപ്പൊ ഇംഗ്ലീഷ് അറിയാമായിരുന്നു അമ്മയ്ക്ക്? അത്യാവശ്യം.
ഓക്കെ, പിടിച്ച് കേട്ടാ മനസ്സിലാവുന്ന രീതിയിൽ. കേട്ടാ മനസ്സിലാവുന്ന രീതിയിലൊന്നും അല്ല ഞാൻ പഠിപ്പിക്കുക. എനിക്ക് പറയാനൊക്കെ അറിയാം അത്യാവശ്യം. വലിയ ഫ്ലുവന്റും ഇപ്പോഴത്തെക്കാളും കുറച്ചും കൂടെ കുറവ്. എന്നിട്ട് ഇപ്പം മിടിക്കുക, ഇപ്പൊ സ്കൂളിൽ വലിയ കാര്യ. പപ്പയ്ക്ക് പക്ഷെ ആ സമയത്ത് ഹിന്ദിയും ഇംഗ്ലീഷും ഒക്കെ അറിയായിരുന്നു. ഇപ്പോഴും ഞാൻ പഠിച്ചോണ്ടിരിക്കുന്നത്. ഞാൻ വലിയ പഠിക്കുന്നില്ല, നിങ്ങളെ പോലെ ഒന്നല്ല. നീയല്ലേ 100 ഫുൾ 100. ഞങ്ങൾ സ്കൂളിൽ പഠിച്ച കാലത്ത് 10ാം ക്ലാസ് കഴിഞ്ഞ് അത്യാവശ്യം ഹിന്ദി പറയാനൊക്കെ ആവുമായിരുന്നു. ഓക്കെ, എനിക്കും അറിയത്തില്ലായിരുന്നു കേട്ടോ. എനിക്ക് പക്ഷെ ഹിന്ദി സ്കൂളിലെ ഹിന്ദി നമ്മളിങ്ങനെ കാണാതെ പഠിച്ച്, നമ്മൾക്കൊക്കെ കാണാതെ പഠിച്ച് എഴുതുമല്ലേ ആൻസറൊക്കെ. അപ്പൊ കാണാതെ പഠിച്ച് അറിയാം. നല്ലൊരു ഹിന്ദി ടീച്ചറായിരുന്നു ഞങ്ങൾക്ക്. നല്ലൊരു രമണൻ സാർ എന്ന് പറഞ്ഞ ഹിന്ദി മാഷ് ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് കൊച്ചുമേരി ടീച്ചർ നല്ല ടീച്ചറായിരുന്നു ഹിന്ദി. എനിക്ക് പ്രിയാംസ്. 8ാം ക്ലാസ്സിലെത്തിയപ്പോഴാണ് ശരിക്കും ഹിന്ദി ആൽഫബറ്റ്സ് ഒക്കെ ക്ലിയർ ആകുന്നത്. അതിന് മുന്നേ ഇത് പഠിച്ചതൊക്കെ ഒന്നും ഓർമ്മ പോലും ഉണ്ടായിരുന്നില്ല സാറ്. പക്ഷെ വേഗം ഹിന്ദി പറയുന്ന ബോംബെ ചെന്ന് എല്ലാവരും ഹിന്ദിയല്ലേ പറയുന്നത്. ആ വീട്ടിൽ പപ്പ രാവിലെ ഷിപ്പിൽ പോവും, പിന്നെ ഞാൻ മാത്രമേ ഉള്ളൂ. അവിടുത്തെ ബാബിജി എന്തൊക്കെയോ എന്നോട് പറയും, ഞാൻ ആക്ഷൻ പറയും. അങ്ങനെ വാക്ക് പഠിച്ച് പിന്നെ ഒരു ചെറിയ മോനുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കല്യാണത്തിന് വന്നില്ലേ സെൽവരാജ് ഉഷേ. സെൽവരാജ് ഉഷേ അല്ലല്ല, നീ കേട്ടില്ലേ? ഞങ്ങളുടെ അല്ലടി, ഞങ്ങളുടെ കല്യാണത്തിനാണ് പൊട്ടത്തി. പൊന്നിന്റെ കല്യാണത്തിന് വന്നില്ലേ സെൽവരാജ് ഉഷയം വന്നില്ലേ? അല്ലല്ല, സെൽവരാജ് ഉഷയം പൊന്നിന്റെ കല്യാണത്തിന് വന്നില്ലേ? അവരും നമ്മുടെ ഹോട്ടലിന്റെ നേരെ മുകളിലത്തെ ഹോട്ടലിലായിരുന്നു. അപ്പൊ എപ്പോഴും അവിടെ പോയിരുന്നു. പപ്പയുടെ വാച്ച്മേറ്റ് എപ്പോഴും അവിടെ പോയിരിക്കുവായിരുന്നു ഫ്രീ ടൈമില്. അങ്ങനെ ഹിന്ദി പഠിച്ചതാ. അപ്പോഴും പപ്പ ഫുൾ അറിയാം. പപ്പ നേവിയിലല്ലേ? അത്യാവശ്യം മാനേജ് ചെയ്യാന്ന് മാത്രം, ഫുള്ളായിട്ട് എപ്പോഴും അറിയില്ല. അവര് പറയുന്ന പോലെ പറയാൻ പറ്റുമല്ലോ. അതല്ല പപ്പയ്ക്ക്, എന്നാലും നിങ്ങൾക്ക് ഫ്ലുവന്റ് ആയിട്ട് അറിയത്തില്ലേ? പിന്നെ റഷ്യ അറിയാലോ. നേവിക്കാർക്കൊക്കെ ഹിന്ദി അറിയാം. അവർക്ക് ഹിന്ദിയിലല്ലേ ഹിന്ദി വേണല്ലോ. അപ്പൊ എന്തായാലും അറിയാലോ ഹിന്ദി. എനിക്കറിയാം, എനിക്ക് സർവൈവ് ചെയ്യാനുള്ള ഹിന്ദി അറിയാം. ഇവരുടെ അത്രയും ഫ്ലുവന്റ് ആയിട്ട് അറിയത്തില്ല. പക്ഷെ എന്നാലും നല്ലപോലെ അറിയാം. പൊഞ്ചിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ എനിക്ക് എവിടെയെങ്കിലും കൊണ്ടിടുവാണെങ്കിൽ അവിടെ നിന്ന് എനിക്ക് സർവൈവ് ചെയ്യാൻ അറിയാം ഹിന്ദി വെച്ചിട്ട്, തട്ടിമുട്ടിയൊക്കെ. പിന്നെ ആണെങ്കിൽ ഈ പപ്പയ്ക്ക് എനിക്ക് നല്ലപോലെ ബാർഗെയിൻ ചെയ്യാൻ അറിയാം. അതെ, അമ്മേനെ കൊണ്ട് ഫാഷൻ സ്ട്രീറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ അമ്മ ഒരു 500 രൂപയുടെ സാധനം ഒരു 100 രൂപയ്ക്കൊക്കെ മേടിച്ചു തരും അല്ലേ? ഈസിലി. അതെ, 500ന്റെ 50 മേടിച്ചു തരും. അത്രയും ബാർഗെയിനിങ് സ്കില്ലുള്ള ഒരാളാണ് നമ്മുടെ ഡേയ്സമ്മ. ഞാൻ പെട്രോൾ പമ്പിൽ മാത്രമേ ബാർഗെയിൻ ചെയ്യാൻ, ബാക്കി എല്ലായിടത്തും ബാർഗെയിൻ ചെയ്യും. അത് വേണം, ബാർഗെയിനിങ് കഴിവ് വേണം, എന്നാലേ ശരിയാവത്തുള്ളൂ. അതല്ലേ? അപ്പൊ നമ്മളെന്തായാലും ഇപ്പൊ നമ്മുടെ വെന്യൂ വണ്ടിയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുവാണ്. ഇനി അടുത്താണ് ഞാൻ മലാപ്പറമ്പ് എല്ലാം റെഡിയാക്കി. അതൊക്കെ കുറെ ട്രാഫിക്കും കാര്യങ്ങളൊക്കെ മാറ്റി തുടങ്ങിയിട്ടുണ്ട്. പാവമുണ്ടല്ലേ സാറന്മാർ ഈ വെയിലത്ത് ഇങ്ങനെ നിൽക്കുന്നു. പക്ഷെ എന്നാലും എന്തൊരു ചൂടാണ് ഇപ്പൊ. അല്ല, എന്തൊരു ചൂടാണ്. അവർക്ക് ഇങ്ങനെ തലേ ഫിറ്റ് ചെയ്യുന്ന കൂടെ കൊടുക്കായിരുന്നു അല്ലേ? ഒരു കൈ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുമ്പോൾ ശരിക്കും കൈ കഴിക്കും കേട്ടോ. സാറന്മാരെയോ സാറന്മാർ. അവിടെ ഒരു സാറ് നിൽക്കുന്നുണ്ടല്ലോ, കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച്, ചെറുപ്പക്കാരനാണ്. നല്ല ഞാൻ പറഞ്ഞ അവരെന്തൊരു അങ്ങനെയുള്ള പിള്ളേരെ ആകെ ഇത്രയും കൂടെ ആരോഗ്യം കാണും. ഇച്ചിരി ഒരു ഒത്തിരി സാറന്മാരുണ്ട് കേട്ടോ ഇവിടെ. ഓരോരോ ഇത് കഴിഞ്ഞ് റെസ്റ്റ് എടുക്കുന്നുണ്ട്. കുറച്ച് പേര് അവിടെ റെസ്റ്റ് എടുക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അവര് ഇതായിട്ടാ എന്താ പറയാ, ഷിഫ്റ്റ് ആയിട്ടാന്ന് തോന്നുന്നു. ആയിരിക്കും. അല്ലാണ്ട് തന്നെ എല്ലാരും അത് വെയിലായതുകൊണ്ട് എല്ലാരും മൊബൈലെ തോണ്ടുക. അവർക്ക് അമ്മയിൽ ജീവിതം ഇല്ലേ? നമ്മളെ നോക്കി നടന്നാൽ മാത്രം മതി. സാറന്മാര് മൊബൈലെ തോണ്ടുക. അപ്പൊ എന്തായാലും നമുക്ക് നേരെ ടാറ്റയുടെ വണ്ടിയാണ്. അപ്പൊ നമുക്ക് നേരെ ടാറ്റ മോട്ടോഴ്സിലോട്ട് പോവാം. അവിടെ എത്തിയിട്ട് നമുക്ക് പറയാം എന്തൊക്കെയാണ് പരിപാടികൾ എന്നുള്ളത്. ഓക്കെ, പപ്പയ്ക്ക് ടാറ്റയുടെ ഏത് വണ്ടിയാണ് ഇഷ്ടം? നോക്കി, ഇവിടെ നമ്മൾ ടാറ്റയുടെ ടാറ്റ പഞ്ച്, ടിയാഗോ ഒക്കെ കിടപ്പുണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് എടുക്കുന്ന വണ്ടി ഏതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അമ്മയ്ക്ക് ഏതാ ടാറ്റയുടെ വണ്ടി ഇഷ്ടം? എനിക്ക് ടാറ്റയുടെ വലിയ വണ്ടികളെ കുറിച്ചൊന്നും അറിയില്ല. നെക്സോൺ ഇഷ്ടം. അമ്മ എന്താ നമ്മളിത് വണ്ടി എടുക്കാൻ പോകുന്നെന്ന് പറ. നീ പറ. അമ്മ പറഞ്ഞോ? കാണിച്ചു കൊടുക്കാം. ഓക്കെ. അപ്പം നമ്മൾ ഇവിടെ ഷോറൂമിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ വണ്ടി ഏതാണ് എടുക്കാൻ പോകുന്നത് നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടില്ലായിരുന്നല്ലോ. അപ്പം വണ്ടി ഏതാ എടുക്കാൻ പോകുന്നത് അമ്മ? നീ പറഞ്ഞു. അമ്മ പറഞ്ഞോ? ടിയാഗോ. നമ്മൾ ടാറ്റയുടെ ടിയാഗോ ആണ് എടുക്കാൻ പോകുന്നത്. ഏത് കളറാണ് അത്? വൈറ്റ് കളർ ടിയാഗോ ആണ് എടുക്കാൻ പോകുന്നത്. നമ്മുടെ എല്ലാത്തിനും ഹെൽപ്പ് ചെയ്ത ചേട്ടന്മാരാണ് ഇപ്പോൾ വീഡിയോ എടുത്ത് തരുന്നത് നമുക്ക്. അപ്പം എന്തായാലും നമുക്ക് വണ്ടി എടുക്കാം. ബുക്കിംഗ് ചേട്ടനെ കൂടെ കാണിക്കട്ടെ. അതെ, ചേട്ടനാണ് നമുക്ക് ഫുൾ ഹെൽപ്പ് ചെയ്ത് തന്നത്. അപ്പം നമ്മൾ ബുക്ക് ചെയ്ത വണ്ടി ഇന്ന് നമുക്ക് കിട്ടുകയാണ്. നമ്മളപ്പോൾ അതിൻ്റെ അല്ലേ ഓപ്പണൊക്കെ ചെയ്യാൻ വേണ്ടി നമുക്ക് അപ്പം
അതെ, ഒരു എന്താ പറയും, ബുക്ക് ചെയ്തതിന് ഒരിത്. അപ്പം താങ്ക് യു സോ മച്ച് ചേട്ടാ. അപ്പം നമുക്ക് എന്തായാലും ഇനി അങ്ങോട്ട് പോയിട്ട് നമുക്ക് വണ്ടി കാണാം. അൺവാണ്ടഡ് ആയിട്ടുള്ള സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കി. എല്ലാത്തിനും ഭയങ്കര വിലയാ ഈ അക്സസറീസ്. പക്ഷെ എല്ലാം കൂടെ വരുമ്പോൾ എല്ലാം കൂടെ പക്ഷേ ഇതെന്താ മാം, നമുക്ക് ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആക്സസറീസ് ആയിട്ട്. ഡാഷ് ഡാഷ് ക്യാമൊന്നുമില്ല. നമ്മുടെ വണ്ടി അതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നത് കൂടെ ഒന്ന് എടുക്കാം. കയറട്ടെ. നമ്മുടെ വണ്ടിയാണിത്. നമ്മൾ വൈറ്റ് കളറാണ്. അമ്മ ഇങ്ങോട്ട് വാ, പപ്പ ഇങ്ങോട്ട്. നിങ്ങളായിട്ട് മാറിപ്പോയി നിൽക്കുന്നത്. കേറ് കേറി. പപ്പ എന്നെ പേടിക്കും. അപ്പൊ ബൈക്കില്ലാത്തോണ്ട് കേക്കത്തില്ല. അപ്പൊ നമ്മൾ വൈറ്റ് കളറാണ് ചൂസ് ചെയ്തത്. ഇതാണ് നമ്മുടെ വണ്ടി ടിയാഗോ. അമ്മേ എന്താണ്? പപ്പ ഒന്നും മിണ്ടത്തില്ല. സോ നല്ലതല്ലേ, നല്ല ഭംഗിയുണ്ട്. ഉള്ളിൽ കാണാൻ എസ്പെഷ്യലി നല്ല ഭംഗിയുണ്ട്. എസ്പെഷ്യലി ഈ ഭാഗം കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇതിനെന്താ നമ്മൾ പറയാ ചേട്ടാ? ലിമിറ്റഡ് ടീലോഗ് വരാം. ഓക്കെ, ഇതിന്റെ ലോഗോ സ്റ്റാർട്ട് ചെയ്യുന്ന ടീലോഗ് വരും. ലോഗോ വരും ഇതിന്റെ അല്ലേ? ആ ലോഗോ ഇതാണ് നമ്മുടെ ഒന്ന് ചെയ്താൽ ഇതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ലോഗോ കണ്ടിട്ട്. ഇത് 2025 എഡിഷൻ പുതിയതല്ലേ? അപ്പം ഇതാണ് നമ്മുടെ എന്ത് ചെയ്യുമ്പോൾ എല്ലാം പഠിച്ചു വരുന്നുള്ളൂ കേട്ടോ. അപ്പം ഇങ്ങനെ കളിക്കുന്നിടത്ത് നിങ്ങളൊന്നും വിചാരിക്കരുത്. അപ്പം നമ്മുടെ കാറാണിത്. അപ്പം നമുക്ക് ഇതിൻ്റെ അകത്ത് ഇറങ്ങാം ആദ്യം. ഓക്കെ, അപ്പോൾ അമ്മ കഴിഞ്ഞില്ലേ? നമ്മുടെ വണ്ടി എടുത്തൊന്നും. അപ്പൊ നമ്മളങ്ങനെ ഫൈനലി ഒരു വണ്ടി വാങ്ങിയേക്കുവാണ് സ്വന്തമായിട്ട്. അതിൻ്റെ ഒരു സന്തോഷത്തിലും എക്സൈറ്റ്മെൻറ്റിലൊക്കെയാണ് ഗൈസ്. എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല. ഭയങ്കരമായിട്ടും ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരു കാർ എടുക്കണം എന്നുള്ളത്. അപ്പോൾ നമ്മൾ ടാറ്റയുടെ ടിയാഗോ ആണ് എടുക്കുന്നത്. ആൻഡ് വണ്ടി ഓൾറെഡി നമുക്കിതായി. ഇനി നമുക്കതിൻ്റെ കുറച്ച് കാര്യങ്ങൾ അതിൻ്റെ അകത്ത് ചെയ്യാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നമുക്ക് ചെയ്തിട്ട് നമുക്ക് തിരിച്ച് ഡെലിവറി നമുക്ക് കൊച്ചിയിലേക്ക് ആക്കിയിട്ടോ അല്ലെങ്കിൽ ഇവിടുന്ന് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കും. അപ്പോൾ ഇപ്പം നമ്മൾ ഒഫീഷ്യലി നമുക്ക് വണ്ടി കൈ കിട്ടി. പക്ഷേ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാറുണ്ട് കൂടുതലായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിലാണ്. സോ എന്താ പറയാ എന്തായാലും വണ്ടി എടുത്തു. മാത്രമല്ല കൊച്ചിയിലേക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയി നമുക്ക് ഓടിച്ച് നടക്കാൻ, പാർക്ക് ചെയ്യാൻ, അങ്ങനത്തെ കുറേ പരിപാടികളുണ്ടല്ലോ. നമുക്കതിനൊക്കെ അത്യാവശ്യമായിരുന്നു. സ്കൂട്ടറും കൊണ്ട് നടന്നിട്ട് ഞാൻ നടു ഒരു വഴിയായിരുന്നു. പിന്നെ സേഫ്റ്റി എന്ന് പറയുന്ന കാര്യം ഭയങ്കര ഇതാണല്ലോ. അപ്പം എല്ലാം കൂടെ ഓർത്തിട്ടാണ് നമ്മൾ കാർ എടുക്കാനൊരു ഫൈനൽ തീരുമാനം എടുത്തത്. അപ്പോൾ എന്തായാലും അപ്പോൾ നമ്മൾ കാറൊക്കെ എടുത്തിട്ട് തിരിച്ച് വീട്ടിലെത്തിയേക്കുവാണ്. അപ്പം എന്താണ് അവസാനമായി എന്താണ് പറയാനുള്ളത്? ഹാപ്പി 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 ഹാപ്പി. നമ്മൾ വണ്ടിയുടെ കാര്യം പറഞ്ഞായിരുന്നല്ലോ. അപ്പൊ ആദ്യത്തെ നമ്മുടെ ഇതിപ്പോ 4ാമത്തെ വണ്ടിയല്ലേ അല്ലേ? ആദ്യത്തെ വണ്ടി ഏതുവായിരുന്നു? മാരുതി 800. പപ്പേ ഇങ്ങോട്ട് വാ. മാങ്ങപ്പഴം ചെത്തുവാണ് നമ്മളെ. വന്ന് പ്രസൻസ്. നിന്നെ അല്ലേ വിളിച്ചത് ഇവിടെ പാ. മാരുതി 800 ആയിരുന്നു ആദ്യത്തെ വണ്ടി. രണ്ടാമത്തെ നമ്മുടെ നിസാൻ മൈക്ര, മൂന്നാമത്തെ വെന്യൂ, 4ാമത്തെയാണ് നമ്മുടെ ടിയാഗോ. കുഴപ്പമില്ല, അതങ്ങനെയല്ല. അപ്പൊ എന്തായാലും ആദ്യത്തെ 800 നമ്മള് എപ്പോഴായിരുന്നു, ഏത് വർഷത്തിലായിരുന്നു? വർഷമല്ല, 2004 എടുത്തത്. അതിനെപ്പറ്റി എന്തെങ്കിലും ഓർമ്മയുണ്ടോ? അത് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. നല്ല നമ്മുടെ വണ്ടികൾ മിക്കതെന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് റെഡ് കളറാണ് ഭയങ്കര ഒരു ഇതാണ്. അതുകൊണ്ട് തന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീടടക്കം നമ്മൾ റെഡ് മിക്സ് ആണ്. ആ വോളൊക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അത് റെഡ് ആണ്. അതുപോലെ ഫസ്റ്റ് മാരുതി 800 റെഡ് ആയിരുന്നു. രണ്ടാമത്തെ മൈക്ര നിസാൻ മൈക്ര റെഡ് ആയിരുന്നു. പിന്നെ വെന്യൂ ആയപ്പോഴത്തേക്ക് ആര് പറഞ്ഞിട്ടാ കളർ മാറ്റിയത്? റെഡ് വേണ്ടെന്ന് പറഞ്ഞു. അത് അമ്മയുടെ ആദ്യം റെഡ് ആയിരുന്നില്ലേ?
അമ്മയ്ക്ക് വേണമെന്ന് പറഞ്ഞത്. പക്ഷെ നമ്മൾ റെഡ് സമ്മതിച്ചു കൊടുത്തില്ല. നമ്മൾ പറഞ്ഞു ബ്ലൂ. സ്കൂട്ടർ ആക്റ്റീവ എൻ്റെ ഇരിക്കുന്ന സ്കൂട്ടറും റെഡാണ്. ഇപ്പൊ നമ്മൾ വാങ്ങിക്കുന്ന ഇലക്ട്രിക്കും റെഡാണ്. അപ്പൊ ഈ ടിയാഗോ ആണെങ്കിൽ അമ്മയ്ക്ക് റെഡ് ഉണ്ടോ അമ്മയോട് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ട, എനിക്ക് വൈറ്റ് മതി എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ വൈറ്റ് എടുപ്പിച്ചത്. അപ്പൊ എന്തായാലും 2004 മാരുതി 800. പിന്നെ 2009-ലോ 8-ലോ ആണ് മൈക്ര. 2009 എന്റെ ഹോളി കമ്മ്യൂണിന്റെ സമയത്താ. 4-5 ആയപ്പോ ഇപ്പൊ 10-ലാന്ന് തോന്നുന്നു. ആ പിന്നെ 19. പിന്നെ 19 വെന്യൂ. പിന്നെ ഇപ്പൊ നമ്മുടെ ടിയാഗോ ദൂരത്തിന് അവിടെ പ്രസന്റ് ആയിട്ട് കിടപ്പുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ തിരിച്ചെത്തിയേക്കാണ്. അപ്പം അവസാനം നമുക്ക് സൈൻ ഓഫ് ചെയ്യാം. ഹലോ, കുഞ്ഞിന് വേണോ മാങ്ങ? കുഞ്ഞിന് വേണോ മാങ്ങ? എന്റെ ദൈവമേ. അപ്പം പപ്പയ്ക്ക് എന്തെങ്കിലും അവസാനം പറയാനുണ്ടോ? ഒന്നും പറയാം. സേഫ് ഡ്രൈവ് എന്നാ പറയാനുള്ളത്. സേഫ് ഡ്രൈവ്. ടേസ്റ്റ് ഉണ്ടോ മാങ്ങയ്ക്ക്? ഓക്കെ, അപ്പൊ എന്തായാലും മധുരം ഉണ്ടോന്നാണ് ആദ്യം പറയുന്നത്. അതിന് ആദ്യം തന്നെ പുളി ഉണ്ടെന്നാ പറഞ്ഞേക്കുന്നത്. അപ്പൊ എന്തായാലും അത്രയേ ഉള്ളൂ ഗൈസ്. അപ്പൊ നമ്മൾ വണ്ടിയൊക്കെ എടുത്തേക്കാണ് നമ്മൾ തിരിച്ചു വിട്ടപ്പോ ഇനി നമ്മൾ ചെയ്യാതെ ആയിരിക്കും. ഒരുത്തൻ നോക്കിയിരിക്കണം. ഒന്നുകൂടെ ഊഫി. ഓ നോക്കണേ. ഓ എന്താണ്? അപ്പൊ അത്രയേ ഉള്ളൂ. സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ.